വെൽക്കം ടു അവർ ബയോളജി ക്ലാസ്. ഇന്ന് നമ്മൾ വൈറസ് രോഗങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കുറച്ചു നാൾ മുമ്പ് നിപ്പ വൈറസുകളെ കുറിച്ചും നിപ്പ രോഗത്തെ കുറിച്ചും നമ്മൾ വളരെ പേടിയോടുകൂടി കേട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നിപ്പ വൈറസുകൾ നിപ്പ രോഗമുണ്ടാകുന്നു. വൈറസുകൾ മാരകമായ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്താണ് നമ്മുടെ കൊറോണ വൈറസ്. ഈ കൊറോണ മൂലം അല്ലെങ്കിൽ COVID-19 കൊറോണ വൈറസ് ഡിസീസ് 2019 അത് ഒരു ഭീകരമായിട്ടുള്ള വൈറസ് രോഗമാണ്. ഇന്ന് നമ്മൾ ഈ വൈറസ് രോഗത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വൈറസ് ഹാസ് എ പ്രോട്ടീൻ കോഡ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ RNA or DNA molecule. A DNA or RNA molecule covered with a protein coat, that is a virus. And whenever this virus enter into a cell, they will take the complete activities of that cell and genetical activities of that cell, and they are ready to multiply. And this virus can affect different types of plants, animals, bacteria, microorganisms, etc. That is the peculiarity of the virus. അപ്പോൾ യഥാർത്ഥത്തിൽ വൈറസുകൾക്ക് ഒരു മാംസ്യ ആവരണം, പ്രോട്ടീൻ കൊണ്ടുള്ള ആവരണമുണ്ട്. ആ ആവരണത്തിനുള്ളിലെ DNA അല്ലെങ്കിൽ RNA അടക്കം ചെയ്തിരിക്കും. ഈ DNA RNA മറ്റു കോശങ്ങൾക്കകത്ത്, ഈ വൈറസുകൾ മറ്റു കോശങ്ങൾക്കകത്ത് കയറിയാൽ ആ കോശങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത്, ജനിതക ഘടന ഏറ്റെടുത്ത്, ആ കോശങ്ങളുടെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തി കോശങ്ങളുടെ ഉള്ളിൽ വെച്ച് തന്നെ വിഭജിച്ച് പുതിയ പുതിയ വൈറസുകൾ രൂപം കൊള്ളും. അതാണ് ഈ വൈറസുകളുടെ പ്രത്യേകത. വൈറസുകൾ ബാക്ടീരിയയെയും മറ്റ് സൂക്ഷ്മജീവികളെയും സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അസുഖം ഉണ്ടാക്കുന്ന രീതിയിൽ ബാധിക്കുന്നു. നിപ്പ വൈറസ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ദാറ്റ് ഡിസീസ്. നിപ്പ വൈറസും ആ രോഗം എങ്ങനെയാണ് പകരുന്നത് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. നിപ്പ വൈറസും രോഗപകർച്ച. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ നിപ്പ വൈറസ് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളെ നമുക്ക് കാണാം. ഈ വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ തിന്നുന്ന പന്നികളെ വവ്വാലിന്റെ ഉമിനീര്, മൂത്രം എന്നിവയിലൂടെയും പന്നികൾക്ക് അല്ലെങ്കിൽ പോർക്ക് അവയ്ക്ക് ഈ രോഗമുണ്ടാകുന്നു. വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ കഴിക്കുന്ന മനുഷ്യർക്കും നിപ്പ വൈറസ് ബാധയുണ്ടാകും. വവ്വാലിന്റെ മൂത്രത്തിലൂടെയും ഉമിനീരിലൂടെയും ഈ നിപ്പ വൈറസുകൾ മനുഷ്യരിലേക്ക് പ്രവേശിക്കും. ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആസ് നിപ്പ വൈറസ് വെക്ടേഴ്സ്. Remains of fruits eaten by bats and their saliva and urine of bats, they are entering to pigs. Similarly, the remains of fruits eaten by bats and the Nipah virus enter into the human beings. The saliva and urine of bats directly may enter into the human beings, and human beings are infected with the Nipah virus. ഇനി നമുക്ക് വൈറൽ ഡിസീസസിനെ കുറിച്ച് നോക്കാം. വൈറൽ ഡിസീസസ്: നിപ്പ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ. വൈറസ് രോഗങ്ങൾ നിപ്പ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയാണ് സാധാരണയായി നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വൈറസ് രോഗങ്ങൾ. വേറെയും ഒരുപാട് വൈറസ് രോഗങ്ങളുണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇത്രയും രോഗങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് എയ്ഡ്സ്. നമ്മളെല്ലാവരും എയ്ഡ്സ് രോഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ഫാറ്റൽ ഡിസീസാണ്, ഒരു പകരുന്ന രോഗമാണ് എയ്ഡ്സ്.
എയ്ഡ്സ് പകരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഏതാണ്ട് ഒരു ധാരണയാണ്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ എയ്ഡ്സ് രോഗം, എയ്ഡ്സ് AIDS, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗങ്ങളുടെ ഒരു കൂട്ടമാണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, നമുക്കുണ്ടാകേണ്ട രോഗപ്രതിരോധ ശേഷി കുറഞ്ഞുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളുടെ ഒരു സമാഹാരം, അതാണ് എയ്ഡ്സ്. അതിന് കാരണമാകുന്ന ഒരു വൈറസാണ്. ഈ വൈറസ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലുള്ള ലിംഫോസൈറ്റുകളെയാണ് ആക്രമിക്കുന്നത്. ലിംഫോസൈറ്റുകൾ ഈ എയ്ഡ്സ്, HIV, എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ രോഗമാണ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ്. ആ എയ്ഡ്സ് ഉണ്ടാകുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ആ രോഗമുണ്ടാക്കുന്നത്, എയ്ഡ്സ് രോഗമുണ്ടാക്കുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതായത് HIV ആണ് ആ രോഗമുണ്ടാക്കുന്നത്. ആ രോഗകാരി, എയ്ഡ്സ് രോഗകാരിയായിട്ടുള്ള വൈറസ് നമ്മുടെ ശരീരത്തിലെ വെളുത്ത രക്താണുവായിട്ടുള്ള ലിംഫോസൈറ്റുകൾ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളെ ആക്രമിക്കുന്നു. ലിംഫോസൈറ്റുകളുടെ ജനിതക ഘടന സ്വീകരിച്ച് അവ ലിംഫോസൈറ്റുകളെ നിർവീര്യമാക്കുന്നു. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി പൂർണ്ണമായും നശിക്കുന്നു. ഇങ്ങനെയാണ് ഒരാള് പൂർണ്ണമായും കാലക്രമേണ ലിംഫോസൈറ്റുകളുടെ നാശം സംഭവിച്ച് രോഗപ്രതിരോധ ശേഷി ഒട്ടുമില്ലാതെ എയ്ഡ്സ് രോഗിയായി മാറുന്നു. ഈ രോഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നത്, പ്രവേശിക്കുന്നത് പല രീതിയിലൂടെയാണ്. ആ രീതികളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. എയ്ഡ്സ് is a fatal disease and it is spread through a virus that is HIV, human immunodeficiency virus, that is HIV, and it's directly attacked to the lymphocyte that is present in the white blood cells, and they're taking this genetical structure of that lymphocyte, and they will destroy that lymphocyte, and we are getting this type of immunodeficiency disease, that means AIDS. Now we can discuss about modes of transmission of AIDS. AIDS എങ്ങനെയൊക്കെയാണ് പകരുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. എയ്ഡ്സ് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ, ലൈംഗിക ബന്ധത്തിലൂടെ പകരും. രണ്ടാമതായിട്ട് എയ്ഡ്സ് പകരുന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, ഫ്രം മദർ ടു ഫീറ്റസ്. തേർഡ് വൺ, യൂസേജ് ഓഫ് അൺസ്റ്റെറിലൈസ്ഡ് സിറിഞ്ച്, നീഡിൽസ് എക്സെട്ര. സൂചികളുടെയും സിറിഞ്ചുകളുടെയും ഉപയോഗത്തിൽ, അതായത് സ്റ്റെറിലൈസ് ചെയ്യാത്ത സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുന്നതിലൂടെ എയ്ഡ്സ് രോഗം ബാധിക്കാം. അവയവങ്ങൾ, അതേപോലെ തന്നെ രക്തം ദാനം ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ രക്തം സ്വീകരിക്കുന്നതിലൂടെയും എയ്ഡ്സ് പകരാം. ത്രൂ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ the AIDS may spread or HIV infection is found. AIDS does not spread. AIDS എങ്ങനെയൊക്കെ പകരില്ല, പകരുന്ന രീതികൾ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയൊക്കെയാണ് എയ്ഡ്സ് പകരാതിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് എയ്ഡ്സ്, ഏതൊക്കെ രീതിയിലൂടെയാണ് എയ്ഡ്സ് പകരാതിരിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സ്പർശനം, ഹസ്തദാനം, ചുമ, തുമ്മൽ എന്നിവയിലൂടെയും കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെയും ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക എന്നിവയിലൂടെയും ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയും ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെയും ഒന്നും എയ്ഡ്സ് പകരില്ല. എയ്ഡ്സ് does not spread by touch, shaking hands, coughing, sneezing, etc. through insects like mosquitoes, houseflies, etc. by staying together and sharing food, by using the same toilet, by taking baths in the same pot. Through these ways, AIDS does not spread. എയ്ഡ്സ് കൊറോണ രോഗം പോലെ മാരകമാണെങ്കിൽ തന്നെ അതിന്റെ അത്ര വേഗത്തിലല്ല സ്പ്രെഡ്, അതിന്റെ വ്യാപനം. നമുക്ക്
ജാഗ്രതയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എയ്ഡ്സ് രോഗത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അടുത്തതായിട്ട് ഹെപ്പറ്റൈറ്റിസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണ്. കരൾ വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതൊരു വൈറസ് രോഗമാണ്. വൈറസ് ഡിസീസാണ് ഈ ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവുന്നത് നമ്മുടെ കരൾ വീങ്ങുമ്പോൾ കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും അതിൽ നിന്ന് ബിലിറൂബിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു നമ്മുടെ രക്തത്തിൽ കൂടുതലായിട്ട് കലരുകയും ചെയ്യും. തന്മൂലം അവ നമ്മുടെ കണ്ണിലെ വെളുത്ത ഭാഗത്ത് സ്ക്ലീറയിലും അതേപോലെ തന്നെ നഖങ്ങളിലുമൊക്കെ വ്യാപിച്ച് കണ്ണിലും നഖങ്ങളിലൊക്കെ മഞ്ഞ നിറം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഉണ്ടാകാൻ കാരണമാകും. ഈ രോഗത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത് വൈറസ് രോഗം അല്ലെങ്കിൽ വൈറസുകൾ മുഖാന്തരമാണ്. ചില സമയത്ത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം വൈറസ് രോഗം അല്ലാതെയും ഉണ്ടാകാം, വൈറസ് മൂലം അല്ലാതെയും ഉണ്ടാകാം. അങ്ങനെയും കരളിലെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാം. സിറോസിസ് പോലുള്ള മറ്റു രോഗങ്ങളും കരളിലുണ്ടാകാം. അത് വൈറസ് മുഖാന്തരം ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് വൈറസ് രോഗമാണ്. വൈറസ് രോഗം മൂലം കരൾ വീങ്ങുന്നു. കരൾ വീങ്ങുമ്പോൾ നമ്മുടെ പിത്തരസത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. പിത്തരസത്തിലുള്ള ബിലിറൂബിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു പിഗ്മെന്റ് നമ്മുടെ രക്തത്തിൽ കലരുന്നു. കൂടുതലായിട്ട് കലരുന്നുകൊണ്ട് നമ്മുടെ നഖങ്ങളിലും കണ്ണിലും ഒക്കെ മഞ്ഞ നിറമുണ്ടാവുകയും യെല്ലോ കളറില് നമ്മുടെ കണ്ണും നഖങ്ങളൊക്കെ മാറുകയും ചെയ്യും. ഇത് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എയ്ഡ്സ് പകരുന്ന രീതിയിലൂടെയും ഹെപ്പറ്റൈറ്റിസ് പകരാം. അടുത്തതായിട്ട് നമുക്ക് വേറെ 2 രോഗങ്ങളുണ്ട് ഈ വൈറസ് മൂലം ഉണ്ടാകുന്നത്. അതായത് ചിക്കൻ ഗുനിയയും ഡെങ്കി ഫീവറും, ഡെങ്കിപ്പനിയും. ഈ 2 രോഗങ്ങളും കേരളത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. ഇവ വൈറസ് രോഗങ്ങളാണ്. ഈ വൈറസ് രോഗങ്ങൾ പരത്തുന്നത് കൊതുകുകളാണ്. അപ്പൊ ഈ രോഗങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് കൊതുകുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്ക് ഡ്രൈ ഡേ ആചരിക്കേണ്ടതുണ്ട്. അപ്പൊ ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ കെട്ടി നിൽക്കുന്ന വെള്ളവും അതേപോലെ തന്നെ അഴുകിയ വസ്തുക്കളും അതേപോലെ തന്നെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് നമുക്ക് പരിസരം ശുചിയാക്കിയിട്ട് നമുക്ക് ഡ്രൈ ഡേ ആചരിച്ചാൽ ഇത്തരത്തിലുള്ള കൊതുകുകളുടെ ഉൽപാദനം ഗണ്യമായിട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് ചിക്കൻ ഗുനിയയും ഡെങ്കി ഫീവറും കുറയ്ക്കാൻ സാധിക്കും. We have to observe the dry day and we can reduce the population or the number of the mosquitoes, and we can reduce and we can repel and we can stop the spread of these chikungunya and the dengue fever. So we have to observe the dry day once in a week.